ജാമ്യം തേടി മലയാളി കന്യാസ്ത്രീകൾ NIA കോടതിയിലേക്ക് പോകുന്നു എന്ന വാർത്തയും എത്തുന്നുണ്ട്. ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാൻ സഭാ നേതൃത്വം. നീക്കം കേന്ദ്ര സർക്കാർ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിപ്പിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, ഏതായാലും ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ജാമ്യ ഹർജി ഹൈക്കോടതിയിലെത്തും എന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ NIA കോടതിയിലേക്ക് ജാമ്യം തേടി പോകുന്നു എന്ന വാർത്ത കൂടി എത്തുന്നുണ്ട്. എവിടെയായിരിക്കും ജാമ്യ ഹർജി ശരിക്കും കൊടുക്കുക? അപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് എന്താകാനാണ് സാധ്യത? ആഭ്യന്തരമന്ത്രി കൂടി ഇടപെട്ട സാഹചര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യ ഹർജിയെ അനുകൂലിക്കില്ലേ? ലക്ഷ്മി പത്മ പറഞ്ഞ പോലെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ പൂർണ്ണമായിട്ടും ജാമ്യ ഹർജിയെ അനുകൂലിക്കും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഇന്നലെ രാത്രി തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ വിളിപ്പിക്കുകയും അദ്ദേഹം ഡൽഹിയിലെത്തി അമിത്ഷായെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അതിനുശേഷം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കണ്ടു. കാരണം നിതിൻ ഗഡ്കരി നാഗപ്പൂരിലെ, അതായത് ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള മഹാരാഷ്ട്ര ബോർഡർ നാഗപ്പൂരിൻ്റെ MP കൂടിയാണ്. അതുമാത്രമല്ല RSSുമായിട്ട് വളരെ അടുത്ത ബന്ധവും ഛത്തീസ്ഗഡിലെ RSS ബഞ്ചനദൾ വിഭാഗങ്ങളുമായിട്ട് അടുത്ത ബന്ധവും പുലർത്തുന്ന വ്യക്തി കൂടിയാണ് നിതിൻ ഗഡ്കരി. അതുകൊണ്ട് തന്നെ നിതിൻ ഗഡ്കരിയുമായും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി ചർച്ച നടത്തി. ഇതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ടത്. NIA സെഷൻസ് കോടതിയിൽ ഹർജി നൽകുക. ഈ ഹർജി പരിഗണനക്കെടുക്കുമ്പോൾ സംസ്ഥാന പ്രോസിക്യൂഷൻ എതിർക്കില്ല എന്നാണ് അമിത്ഷാ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഭാ നേതൃത്വം ഇന്ന് NIA കോടതിയിലേക്ക് സമീപിക്കാൻ തീരുമാനിച്ചത്. നേരത്തെ ഹൈക്കോടതിയിലേക്ക് സമീപിക്കാനാണ് തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് ഇന്നലെ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ കാണുവാൻ വേണ്ടി ബിലാസ്പൂരിൽ സഭാ നേതൃത്വം പോയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടെ കേരള MPമാരുമായി അമിത്ഷാ നടത്തിയ ചർച്ചകളോടെ തന്നെ സ്വാഭാവികമായിട്ടും പുതിയൊരു നീക്കമാണ് നടന്നത്. NIA കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന പ്രോസിക്യൂഷനും കേന്ദ്രത്തിൻ്റെ പ്രോസിക്യൂഷനും ജാമ്യ ഹർജിയെ എതിർക്കില്ല എന്ന വിവരമാണ് ഇന്നലെ നേരിട്ട് തന്നെ സഭാ നേതൃത്വത്തിന് അമിത്ഷാ വഴി BJP നേതാക്കൾ കൈമാറിയിരിക്കുന്നത്. ഇത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിട്ട് അമിത്ഷാ തന്നെ നേരിട്ട് ചർച്ച നടത്തിയത്. ഇതൊക്കെ കാണുന്നത് NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. മറ്റൊരു കാര്യം കൊണ്ട് വെള്ളിയാഴ്ച ഹൈക്കോടതികളിൽ വാദം നടക്കില്ല. ഉത്തരവുകൾ നടക്കുന്ന ദിവസമാണ് ബിലാസ്പൂർ ഹൈക്കോടതിയിൽ വെള്ളിയാഴ്ച. ഇന്ന് ശനിയും ഞായറും ഹൈക്കോടതി അവധിയാണ്. എന്നാൽ NIA കോടതിയാകട്ടെ ഇന്നും നാളെയും പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് തന്നെ NIA കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷ നേടാനുള്ള ഒരു നീക്കമാണ് ജാമ്യം നേടാനുള്ള ഒരു നീക്കമാണ് ലക്ഷ്മി ഇപ്പോൾ സഭാ നേതൃത്വം നൽകുന്നത്. ഏതായാലും 11 മണിയോട് കൂടിയിട്ട് സഭാ നേതൃത്വം ബിലാസ്പൂരിലെത്തും. അത് കഴിഞ്ഞിട്ട് NIA കോടതിയിൽ ഹർജി സമർപ്പിക്കും എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വാദമുണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല. ഏതായാലും കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച്, അമിത്ഷാ നിർദ്ദേശമനുസരിച്ച് NIA സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് സഭയുടെ ഇപ്പോഴത്തെ നീക്കം. ഈ നീക്കം വിജയിക്കുമെന്ന് തന്നെ ഒരു ശ്രമിക്കണം. ഈ നീക്കം വിജയിക്കുമെന്നാണ് കന്യാസ്ത്രീയുടെ ബന്ധുക്കൾക്കുമുള്ള വിശ്വാസം. ഇതിനിടെ UDF MPമാർ, കോൺഗ്രസ് MPമാർ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നേതൃത്വത്തിലും ഇടതുപക്ഷ MPമാർ ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിലും ഇന്ന് കന്യാസ്ത്രീയെ സന്ദർശിക്കാൻ ജയിലിലെത്തുന്നുണ്ട്. ഇവരൊക്കെ റായ്പൂരിൽ എത്തിക്കഴിഞ്ഞു. 11:30 മണിക്കാണ് കേരളത്തിൽ നിന്നുള്ള 5 കോൺഗ്രസ് MPമാർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ സന്ദർശിക്കുന്നത്. ശരത് ലാൽ, ബജ്രംഗ് ദളിന്റെ വലിയ പ്രതിഷേധം നമ്മൾ അവിടെ കണ്ടതാണ്. അത് കോടതി വളപ്പിലടക്കം കണ്ടു. മാത്രമല്ല, ബജ്രംഗ് ദൾ ഭീഷണിപ്പെടുത്തി യുവതികളുടെ മൊഴി മാറ്റാൻ നോക്കിയതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുനയ നീക്കം, ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഒക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അവർ ഒന്ന് അടങ്ങിയിട്ടുണ്ടോ അവിടെ? ലക്ഷ്മി, നമുക്ക് രാവിലെ ഈ കേസ് കൊടുത്ത, അതായത് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്ത സുനിൽ നീഗം നമ്മളുമായിട്ട് സംസാരിച്ചിരുന്നു. ന്യൂസ് മലയാളമായി സംസാരിച്ചു. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ കന്യാസ്ത്രീക്കെതിരെ കേസ് നടത്തും, ഞങ്ങൾ ഈ ജാമ്യ ഹർജിയെ എതിർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബജ്രംഗ് ഒരടി പോലും പിറകിലോട്ട് പോയിട്ടില്ല. അതുതന്നെയാണ് സഭാ നേതൃത്വത്തിനോട് കുറച്ച് സമയം വേണമെന്ന ഒരു ആവശ്യം BJP ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ബജ്രംഗ് നേതൃത്വമായി ചർച്ച ചെയ്യണം. അമിത്ഷാ തന്നെ ഇക്കാര്യം ചർച്ച നടത്താൻ
ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകി എന്നൊരു വാർത്തയും ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളുടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബജ്രംഗ് നേരത്തെയുള്ള നിലപാടിൽ നിന്നും മാറിയിട്ടില്ല. ഇത് സംബന്ധിച്ച് ന്യൂസ് മലയാളത്തിനോട് ബജ്രംഗ് ദൾ നേതാവ് കേസ് കൊടുത്ത സുനിൽ നിഗം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ബജ്രംഗ് ദൾ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയെ എതിർക്കുമെന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി, ഏതായാലും ഛത്തീസ്ഗഡിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അമിത്ഷാ ഇടപെട്ടതോട് കൂടി തന്നെ ഈ ജാമ്യ ഹർജിയെ എതിർക്കാത്ത രീതിയിൽ ഒരു സമീപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. NIA കോടതിയിലേക്കായിരിക്കും ജാമ്യം തേടി കന്യാസ്ത്രീകൾ പോവുക. ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ